ഹായ് ഡിയേഴ്സ്. മഞ്ഞ നിറം നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു നിറമാണെന്നല്ലേ. ബോഗൻവില്ലയിലും മഞ്ഞയിൽ തന്നെ വിവിധ തരത്തിൽ വരുന്ന പൂക്കളുണ്ട്. അതിൽ ബോഗൻവില്ലയിലെ ഒരു സുവർണ എന്ന വെറൈറ്റിയാണിത്. ഇതിൽ യെല്ലോ തന്നെ 2 ഷെയ്ഡിലായിട്ടാണ് വരുന്നത്. ആദ്യം കടും യെല്ലോയിൽ വിരിഞ്ഞു വരും. കുറച്ചൊന്ന് സെറ്റ് വരുമ്പോൾ അത് വിടർന്ന് 2 ദിവസം കഴിയുമ്പോൾ കുറച്ച് നിറം മാറി ഒരു എന്താ പറയുക, ഒരു ഓഫ് വൈറ്റ് നിറത്തിലേക്ക് മാറുന്നു. വളരെ ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് സുവർണ. ഇത് മഞ്ഞയിൽ തന്നെ വേറൊരു ഷെയ്ഡിൽ വരുന്ന, നമുക്ക് ഓറഞ്ചാണോ എന്ന് സംശയം തോന്നും, ആ ഒരു കളറിൽ വരുന്ന യെല്ലോ ബട്ടർഫ്ലൈ എന്ന ഇനമാണ് ബോഗൻവില്ലയിലെ യെല്ലോ ബട്ടർഫ്ലൈ. ഇതിൻ്റെ ലീഫ് ഒരു വെരിഗേഷനാണ്. ബട്ടർഫ്ലൈയിൽ പല വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാ ലീഫും വെരിഗേഷനിൽ വരുന്നതാണ്. അടുത്ത യെല്ലോയിൽ വരുന്ന വെറൈറ്റി മൂൺലൈറ്റ് യെല്ലോ. ഇത് വളരെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലാന്റാണ് ബോഗൻവില്ലയിൽ. ഇത് കുറച്ചുകൂടി വെയിലിൻ്റെ ഒരു വ്യത്യാസം അനുസരിച്ചാണോ എന്ന് പറയാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ലീഫ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ഇളം പച്ച നിറത്തിൽ, ലെമൺ യെല്ലോ നിറത്തിലുള്ള ലീഫാണ്. കടും യെല്ലോ നിറത്തിലുള്ള പൂക്കളും. അത് കുറച്ച് മെച്ചോർഡ് ആവുന്ന സമയത്ത് ആ ഇളം യെല്ലോ എന്നുള്ളത് ഡാർക്ക് യെല്ലോയിലേക്ക് ലീഫിൻ്റെ കളറ് ചേഞ്ച് ആവുന്നു. ഇതും വളരെ ഭംഗിയുള്ള പ്ലാന്റാണ്. എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് കൂടിയാണ്. മഞ്ഞയിൽപ്പെടുന്ന വേറൊരു വെറൈറ്റി ബോഗൻവില്ലയിലെ മൂൺലൈറ്റ് യെല്ലോ. ബോഗൻവില്ലയിലെ അടുത്ത യെല്ലോ വെറൈറ്റിയാണ് ചില്ലി യെല്ലോ. ചില്ലി യെല്ലോ നിറഞ്ഞു പൂക്കുന്ന വെറൈറ്റിയാണ്. മാത്രമല്ല ഇതിൻ്റെ കമ്പുകൾ കുറച്ച് ലോലമായി കിടക്കുന്ന, അതായത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് ഈ ചില്ലി വെറൈറ്റിയിൽ പെടുന്ന ചില്ലി യെല്ലോ. ഇതും അട്രാക്റ്റീവായിട്ടുള്ള ഒരു യെല്ലോ ആണ്. നമ്മളെ ബോഗൻവില്ല കളക്ഷൻസിൽ ഇടയിൽ പല കളറിൻ്റെ ഇടയിൽ വെച്ചാൽ വളരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് എടുത്ത് കാണിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ചില്ലി യെല്ലോ. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏത് അഭിപ്രായവും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you.